ഹലോ ഗായ്സ്, ഇന്നൊരു തിരക്ക് പിടിച്ച സൺഡേ ആണ് കേട്ടോ. രാവിലെ എണീറ്റപ്പോൾ റൂമൊക്കെ ആകെ അലങ്കോലമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നീറ്റ് വരുമ്പോൾ തന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കും കേട്ടോ നമുക്ക്. ഇത് എങ്ങനെ വൃത്തിയും സൺഡേ ആണ്, നോമ്പൊക്കെ നോക്കിയിട്ട് ആകെ ക്ഷീണമായിട്ട് ഇരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇത് മാക്സിമം വൃത്തിയാക്കാൻ നോക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു പോസ് ഇട്ട്, പക്ഷെ നിങ്ങൾ ആ ശ്രദ്ധിച്ചതെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, എന്തായാലും ഒരുവിധം നമ്മൾ റൂമൊക്കെ ക്ലീൻ ആയിട്ടോ. വീടിൻ്റെ ചുമര് പണി നോക്കിയിട്ടൊന്നും കാര്യമില്ല. ആകുമ്പോൾ ഒരുപാട് വർക്കുകളുണ്ട്. കാരണം 10-30 വർഷത്തെ പഴക്കമുള്ള വീടാണ്. അങ്ങനെ നമ്മൾ നേരെ വെള്ളം കൊണ്ടുവരാനായിട്ട് പോണത്. ഈ കിണറിന് ഒരുപാട് കഥകൾ പറയാനായിട്ട്. ഞങ്ങൾ ഒരു 10-20 വർഷം, ഒരു 12 വർഷം മുൻപൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് എല്ലാവിധ കാര്യങ്ങൾക്കും കോരി എടുക്കുന്നത്. അത് നമ്മളൊരു 12 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ കൈയൊക്കെ ഒരുവിധം തായമ്പൊക്കെ വന്നിട്ടുണ്ടാവും. കാരണം എല്ലാ കാര്യങ്ങൾക്കും ഇവിടുന്ന് കോരിയിട്ടാണ് വെള്ളം നമ്മൾ യൂസ് ചെയ്യാറ് കേട്ടോ. ഇപ്പോഴാണ് എല്ലാ വീടുകളിലും പൈപ്പും കാര്യങ്ങളൊക്കെ വന്ന് സൗകര്യങ്ങളൊക്കെ വന്നു കേട്ടോ. ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഇവിടുന്ന് വെള്ളം കോരിയുന്നതാണ്. ഗൈസ്, നിങ്ങൾക്ക് നമ്മുടെ കിണർ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബിലു ചെറിയൊരു പരിപാടി. എന്താ ഇതെന്താ ബിലു? ഇതെന്തിനാ? താത്താൻ്റെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തതാണ്. അതെയാ? അതിലകത്ത് വെക്കാം. ഈ വെള്ളം അതെ. അപ്പോൾ അനിയത്തിയോളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ വീട് ക്ലീൻ ചെയ്യണം. തുടക്കലൊക്കെ കഴിഞ്ഞ് വേഗം വീട്ടിലെത്തണം. ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഞങ്ങൾ നോമ്പറക്കാൻ എത്തിയിട്ടോ. വീട്ടിലെത്തി ഒരുപാട് പലഹാരങ്ങൾ, വലിയ ആർഭാടായിട്ടുള്ള നോമ്പറപ്പം അല്ലെങ്കിലും ഞങ്ങളുടെ ചെറിയ രീതിയിൽ ഞങ്ങളുടെ സൗകര്യങ്ങൾക്കനുസരിച്ചൊരു ചെറിയൊരു നോമ്പ് തുറയാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലി മാത്രമായിട്ട് ഇരുന്നിട്ടുള്ളൊരു നോമ്പ് തുറയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.